കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് UDF അനുകൂലമായിട്ട് വോട്ട് ചെയ്തവർ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ വർഗീയ സംഘർഷവും വർഗീയ കലാപവും ഒന്നും കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിലില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള മതനിരപേക്ഷതയ്ക്ക് ഊന്നൽ നൽകുന്ന ഗവൺമെന്റിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യും എന്ന് പറയുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിടം, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പശ്ചാത്തല സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിൽ ഉണ്ടായ നേട്ടങ്ങൾ ഏറെയാണെന്ന് ജനങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീ സുരക്ഷയ്ക്ക് സർക്കാർ കാണിക്കുന്ന ജാഗ്രത വലിയ മതിപ്പാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾ വലിയ വിശ്വാസമാണ് സർക്കാരിൽ അർപ്പിച്ചിട്ടുള്ളത്. ചില മേഖലകളിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്നതിൻ്റെ ആവശ്യം പ്രാധാന്യവും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾ മുന്നോട്ടേക്ക് വെച്ച വിമർശനങ്ങളും അതുപോലെ പോരായ്മകളും തിരുത്തി മുന്നോട്ടേക്ക് പോകും എന്ന് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ തന്നെ ഞങ്ങളുമായി സംവേദിക്കുന്ന ഓരോരുത്തർക്കും ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുമായി സംസാരിച്ചപ്പോൾ ഓരോ പ്രദേശത്തിനും പൊതുവെ കേരളത്തിനും ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട ജനങ്ങൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. തീർച്ചയായും അതെല്ലാം അടുത്ത പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി അവ പ്രായോഗികമാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളും സ്വീകരിക്കും. സന്ദർശന പരിപാടി LDFന് വീണ്ടും അധികാരത്തിലെത്താനുള്ള സാഹചര്യമാണ് ഉള്ളത് എന്ന് തന്നെയാണ് വ്യക്തമാക്കപ്പെട്ടത്. തെറ്റിദ്ധരിക്കപ്പെട്ട് കള്ളക്കഥകൾ വിശ്വസിച്ച് അങ്ങനെയുള്ള ആളുകളോട് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി LDFനോടൊപ്പം നിൽക്കും എന്ന കഴിഞ്ഞ പ്രാവശ്യം പറ്റിയ തെറ്റ് തിരുത്തും എന്നും പറഞ്ഞ നിരവധി ആളുകൾ ഞങ്ങളുടെ ഈ സന്ദർശന ഘട്ടത്തിൽ കാണുകയുണ്ടായി. തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. BJPയും കോൺഗ്രസും അതായിരുന്നു വലിയ പ്രചരണത്തിന് വേണ്ടി ആയുധമായി ഉപയോഗിച്ചത്. ഗവൺമെന്റിന്റെ വികസനവും ക്ഷേമവും ഉൾക്കൊള്ളുന്ന കാര്യങ്ങളൊന്നും ചർച്ചയാവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മറയായി വലതുപക്ഷവും BJPയും മാധ്യമങ്ങളും ഈ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു ഉയർത്തി കൊണ്ടുവന്നത്. ഇത് ഇടതുപക്ഷത്തിനെതിരായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തിയത് എന്ന് നമുക്ക് അറിയാം. അന്വേഷണത്തെ പൂർണ്ണമായിട്ട് പിന്തുണച്ചുകൊണ്ട് അയ്യപ്പന്റെ സ്വർണമൊന്നും നഷ്ടപ്പെടരുത്, കുറ്റവാളി ആരായാലും അവർക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ സാധിക്കണം, ആരെയും സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന സമീപനം CPM SIT അന്വേഷണത്തിന്റെ ആവശ്യകത മുന്നോട്ടേക്ക് വെച്ച ഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ്. അതിൽ ഞങ്ങൾ ഒരു തരത്തിലും മാറിയിട്ടില്ല. എന്നാൽ മാധ്യമങ്ങൾക്ക് ഇപ്പോ പഴയ ഒരു ഉശിരില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനും ചർച്ച ചെയ്യാനും ഒന്നും മെനക്കെടുന്നില്ല. കാരണം കോൺഗ്രസിന്റെയും BJPയുടെയും പ്രമുഖ വ്യക്തികൾക്കിടയിലേക്ക് കാര്യങ്ങൾ നീങ്ങി വന്നപ്പോ പിന്നെ ആയുസ് നഷ്ടപ്പെട്ടവരായി അവരും മാറി, നിങ്ങളും മാറി. ഞങ്ങളെ സംബന്ധിച്ച് അന്നും ഇന്നും ഒരേ നിലപാടാണ്. ഞങ്ങൾ അവസരവാദപരമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇപ്പോഴും SITക്കെതിരായിട്ട് VD സതീശൻ പറയുകയാണ്, BJPക്കാർ പറയുകയാണ്, സോണിയാഗാന്ധിയെ കാണാൻ
ഈ കേസിലെ ഏറ്റവും പ്രമുഖമായ സ്വർണ്ണക്കൊള്ള നടത്തിയ പ്രതിയും സ്വർണം തട്ടിക്കൊണ്ടുപോയിട്ട് വിറ്റ കളവ് മുതൽ വാങ്ങിയ ആളും എന്തിനാണ് സോണിയാഗാന്ധിയെ കാണാൻ പോയത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല. രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രശ്നം അവതരിപ്പിച്ചതേ തെറ്റായി എന്നാണ്. ഇത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമായിട്ടാണ് അഖിലേന്ത്യാ നേതൃത്വം ഉൾപ്പെടെ കാണുന്നത്. കോൺഗ്രസിന്റെ അനാവശ്യമായ രീതിയിൽ സോണിയാഗാന്ധിയെ തന്നെ വലിച്ചിഴക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യം എത്തിച്ചതേ തെറ്റായി എന്ന നിലപാടാണ്. മാത്രമല്ല, അതിന് മുമ്പ് 2017 നല്ല സിമന്റ് തറയിൽ ഉറപ്പിച്ച കൊടിമരം ചെതലായി എന്ന് പറഞ്ഞിട്ട് അത് മാറ്റുന്നതിന് വേണ്ടി വാജി വഞ്ചി 10.5 കിലോ സ്വർണം ഉൾപ്പെടെയുള്ള ഭാഗം പൂർണ്ണമായിട്ട് നിയമവിരുദ്ധമായി തന്ത്രിക്ക് നൽകി എന്ന കാര്യവും തന്ത്രിയുടെ വീട്ടിൽ നിന്നത് പിടിച്ചെടുക്കുന്ന സ്ഥിതിയും വന്നപ്പോ പ്രയാർ ഗോപാലകൃഷ്ണന്റെയും അന്നുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും അന്നത്തെ ഗവൺമെന്റിന്റെയും പ്രശ്നം പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഹൈക്കോടതി SITയോട് രണ്ടും അന്വേഷിക്കാൻ പറഞ്ഞു. 10 കൊല്ലത്തേതല്ല 20 കൊല്ലത്തേതും അന്വേഷിക്കാൻ പറഞ്ഞു. ഈ അന്വേഷണം നടത്തുമ്പോഴാണ് ഇപ്പോഴ് VD സതീശൻ പറയുന്നത് SIT തെറ്റായ രീതിയിലാണ് സഞ്ചരിക്കുന്നത്. SITയുടെ വ്യാപ്തി, അന്വേഷണ വ്യാപ്തി കൂടി ആദ്യം പറഞ്ഞതിന് അപ്പുറത്ത് കടന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും 3 മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നു. അങ്ങനെ വന്നാൽ നിയമപരമായിട്ട് ചില പ്രശ്നങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അങ്ങനെയാണ് ജാമ്യം കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. ഇനിയും അന്വേഷണം പൂർത്തിയാക്കാൻ ആയിട്ടില്ല. അത് പൂർണ്ണമായിട്ടും ഹൈക്കോടതിയുടെ പിന്തുണയോടുകൂടിയാണ്. ഹൈക്കോടതി പറഞ്ഞുകൊണ്ട് തന്നെയാണ്. സമയം നീട്ടിക്കൊടുക്കുന്നു അവരാണ്, ഹൈക്കോടതിയാണ്. എന്നിട്ട് SITയെ ശക്തിയായ രീതിയിൽ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു ഭാഗം. BJP എന്താ, തന്ത്രിയെ പിടിച്ചതോടുകൂടി, തന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവായിട്ടാണല്ലോ ഇവരെല്ലാം നടക്കുന്നത്. ഈ കേസിലെ ഏറ്റവും പ്രമുഖമായ സ്ഥാനത്താണ് അദ്ദേഹം ഉള്ളത് എന്ന് വന്നതോടുകൂടി BJPക്കും പിന്നെ അധികം മുണ്ടാട്ടില്ല. അപ്പൊ എല്ലാ അന്വേഷണം നടക്കട്ടെ, ആവശ്യമായ രീതിയിലുള്ള പിന്തുണ SITക്ക് നൽകിക്കൊണ്ട് തന്നെ ഈ അന്വേഷണം പൂർത്തിയാക്കാനാവുമെന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പാർട്ടിയും പ്രതീക്ഷിക്കുന്നത്. പോറ്റിയെ കയറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട ഈരടികളെല്ലാം പാടിക്കൊണ്ടാണല്ലോ പാർലമെന്റിന്റെ മുമ്പിൽ സമരം നടത്തിയത് പ്രതിപക്ഷ MP-മാർ ഉൾപ്പെടെ. ഇപ്പൊ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്, പൂജാരി ഈ പറയുന്ന പോറ്റിയെ കയറ്റിയത് ഇടതുപക്ഷമല്ല, UDF-കാര് തന്നെയാണ്. അവരുടെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിയമസഭയിലുണ്ടായ അവരുടെ ഒളിച്ചോട്ടാണ്. കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നു, പത്രങ്ങൾ മുഴുവൻ എഴുതുന്നു, അതൊക്കെ അത്ര ഭയങ്കരമായ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിയമസഭ ആരംഭിച്ചു. നിയമസഭ ആരംഭിച്ചപ്പോൾ നിയമസഭയിൽ അതിന്റെ പ്രൊസീഡിങ്സ് അനുസരിച്ച് ഇവർക്ക് ഉന്നയിക്കാനുള്ള അവസരമുണ്ട്. അതാണ് എല്ലാ സന്ദർഭത്തിലും പാർലമെന്ററി വ്യവസ്ഥയനുസരിച്ച് ഉന്നയിക്കുക. അടിയന്തര പ്രമേയം നൽകാതെ അസംബ്ലി തുടങ്ങിയ നിമിഷം തന്നെ പ്രതിപക്ഷ നേതാവ് അത് കലക്കാനാണ് ശ്രമിച്ചത്. ഇപ്പോൾ മന്ത്രിമാർ ഉൾപ്പെടെ പറഞ്ഞു, നിങ്ങൾക്ക് അടിയന്തര പ്രമേയം നൽകാം, നോട്ടീസ് കൊടുക്കാം. പക്ഷേ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്താൽ ഈ പറഞ്ഞ സോണിയാഗാന്ധിയുടെ ഉൾപ്പെടെ
പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്തെ സംവിധാനം ഉൾപ്പെടെ കൊടിമരം ഉൾപ്പെടെ വാചീവാഹനം ഉൾപ്പെടെ എല്ലാം ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളത് കൊണ്ട് അതിന് തയ്യാറാവാതെ അസംബ്ലി തന്നെ ഒഴിവാക്കി ഓടിപ്പോകുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. ഇതാണ് ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ ഒരവസ്ഥ. അപ്പോൾ നിയമസഭയിൽ നിന്ന് അവർക്ക് ഒളിച്ചോടേണ്ടുന്ന അവസ്ഥയുണ്ടായി. മന്ത്രിമാർ വെല്ലുവിളിച്ചു പറഞ്ഞു, നിങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുപോകാം, നമുക്ക് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാം. അതാണ് അവർക്ക് ഏറ്റവും വലിയ പ്രയാസം. അടിയന്തര പ്രമേയം കൊണ്ട് ഇറങ്ങിപ്പോകാൻ പ്രശ്നമില്ല. പക്ഷെ അടിയന്തര പ്രമേയം വരികയും അതിൻ്റെ മേലെ ചർച്ച നടത്തുകയും ചെയ്താൽ പ്രതിക്കൂട്ടിലാവും എന്ന് മനസ്സിലാക്കിയിട്ട് അവരിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു കോർപ്പറേഷനിൽ ഭൂരിപക്ഷമില്ലെങ്കിലും ഒന്നാമത്തെ കക്ഷി എന്ന രീതിയിൽ ഭരണത്തിലേക്ക് വന്ന BJP ഞങ്ങൾ കേരളത്തിൻ്റെയും പ്രത്യേകിച്ച് അതിൻ്റെ കേന്ദ്ര ബിന്ദുവായ തിരുവനന്തപുരത്തിൻ്റെയും സമഗ്രമായ വികസനത്തിന് പ്രധാനമന്ത്രി വന്ന ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും എന്നവർ പറഞ്ഞിരുന്നു. വികസന പാക്കേജ് പ്രഖ്യാപിക്കും എന്നും BJP പ്രഖ്യാപനം നടത്തിയിരുന്നു. പ്രധാനമന്ത്രി വന്നു എന്നുള്ളതും പ്രധാനമന്ത്രി രാഷ്ട്രീയമായ ഒരു പ്രസംഗം നടത്തി പോവുകയും ചെയ്തു എന്നുള്ളതും എല്ലാവർക്കും അറിയാം. ചൂരൽമല ദുരന്തമുണ്ടായപ്പോൾ അവിടെ എത്തിയ പ്രധാനമന്ത്രി വരുമ്പോഴും തിരിച്ചു പോകുന്നതിന് ശേഷവും കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സാമ്പത്തിക സഹായം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സന്ദർശിച്ച പശ്ചാത്തലത്തിൽ ലഭിക്കുമെന്നായിരുന്നു. ഒന്നും ലഭിച്ചില്ല എന്നുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതേപോലെയുള്ള ഒരു അനുഭവമാണ് കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി തിരുവനന്തപുരം സന്ദർശിച്ച് ഒരു കാര്യവും പ്രഖ്യാപിക്കാതെ വികസനത്തിന്റെ കാര്യം മിണ്ടാതെ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തി പോകുന്ന നില ഉണ്ടായിട്ടുള്ളത്. അത് വലിയ രീതിയിലുള്ളൊരു കബളിപ്പിക്കൽ പ്രസ്ഥാനമായിട്ട് മാറി എന്ന് ജനങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ്. 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തപ്പോൾ കണ്ട വേറൊരു കാര്യം, 2ാം ഘട്ടവും 3ാം ഘട്ടവും 4ാം ഘട്ടവും കൂടി ഒറ്റ ഘട്ടമായിട്ട് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ചിത്രം. ഇത് ലോക ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ സംഭവമാണ്. ഒരു കൊല്ലം കൊണ്ട് ലോകത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സീപോർട്ടായി തുറമുഖമായി വിഴിഞ്ഞം മാറിക്കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച 2024 ഡിസംബർ 3-നാണ് പ്രവർത്തനം ആരംഭിച്ചത്. അതിനുശേഷം യഥാർത്ഥത്തിൽ ഒരു തുറമുഖത്തിനും ലഭിക്കാത്ത രീതിയിലുള്ള സ്വീകാര്യത നമുക്ക് ലഭിക്കുകയുണ്ടായി. 15.13 ലക്ഷം TMU കൈകാര്യം ചെയ്തു എന്നതാണ് ഇപ്പോഴും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ശേഷി 10 ലക്ഷം TUവിൽ നിന്ന് 50 ലക്ഷം TU ആയി അത് ഉയർത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു 3-4 വലിയ കപ്പലുകൾക്ക് ഒരേ സമയം അടുക്കാനുള്ള സാഹചര്യവും അവിടെ ഉണ്ടാവും. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പശ്ചാത്തല സൗകര്യ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് വേണം അതിനെ കാണാൻ. ഇത് യഥാർത്ഥത്തിൽ ഒരു വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാത്രം പ്രശ്നമല്ല. നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള മലയോര ഹൈവേ, തീരദേശ ഹൈവേ, അങ്ങനെയുള്ള നിരവധി പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ ഒപ്പം വേണം നമുക്ക് വിഴിഞ്ഞൻ പദ്ധതിയെയും അതിൻ്റെ സമഗ്രമായ വികസനത്തെയും കാണാൻ. തുറമുഖം രൂപപ്പെട്ടു വരുന്നതിനിടയിൽ വലിയ കലാപം തന്നെ സൃഷ്ടിക്കാൻ പ്രതിപക്ഷം വന്ന് നേതൃത്വം കൊടുത്തിരുന്നു എന്നുള്ള കാര്യം സൗകര്യപൂർവ്വം മറക്കുകയാണ് ചെയ്യുന്നത്. പത്രം ഉൾപ്പെടെ, നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ.
ഈ പദ്ധതി അവസാനിപ്പിച്ച് ഞങ്ങൾ അടങ്ങൂ എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവുകളെ അത് അവിടെ ചർച്ച ചെയ്തില്ല എന്നുള്ളത് ശരിയാ. നമുക്കറിയാലോ, ഈ വിഴിഞ്ഞം പദ്ധതി ഇവിടെ അവസാനിപ്പിച്ചേ പറ്റൂ. അതാണ് പോലീസ് സ്റ്റേഷൻ അക്രമത്തിലേക്ക് പോയത്. അതിന് പിന്തുണ നൽകുന്ന പ്രതിപക്ഷം ഉണ്ടായിരുന്നത് ഇവിടെ, BJP ആയാലും കോൺഗ്രസ് ആയാലും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 1 ഇഞ്ച് ഇനി മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. നല്ല നിശ്ചയദാർഢ്യത്തോടുകൂടി ആ കലാപ ശ്രമത്തെയും അതിജീവിച്ചുകൊണ്ടാണ് തുറമുഖമുണ്ടായത് എന്ന കാര്യം മറന്നുപോകാതിരിക്കാൻ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കേരളത്തിന്റെ മാത്രമല്ല, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സംരംഭമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വലിയ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കേന്ദ്ര ഗവൺമെന്റ് ഇതിനെ സാധാരണ രീതിയിൽ തരുന്ന, കടമായിട്ടല്ലാതെ തരുന്ന ഗ്രാന്റ് ഉണ്ടായിരുന്നു. എല്ലാ തുറമുഖങ്ങൾക്കും അതുപോലെ വൻകിട പദ്ധതികൾക്കും ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ഗ്രാൻഡായി നൽകിയിരുന്നു. ആ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തന്നില്ല എന്ന് മാത്രമല്ല, നമ്മളോട് പറഞ്ഞത് 817 കോടി രൂപ വായ്പയായി നൽകുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പൊ നമുക്ക് ഗ്രാൻഡായിട്ട് പണമൊന്നും തരാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറുണ്ടായിരുന്നില്ല. സംസ്ഥാന സർക്കാർ ഇതുവരെയായി 4771 കോടി ഉറുപ്പിക ഈ തുറമുഖത്തിന് വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതും, ഇനിയും ആവശ്യമുള്ള സഹായം നൽകി 2ാം ഘട്ടവും 3ാം ഘട്ടവും 4ാം ഘട്ടവും കൃത്യമായിട്ട് പൂർത്തിയാക്കാനാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് പത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്കുള്ള എക്സിക്യൂട്ടീവിന്റെ കടന്നുകയറ്റത്തെ പറ്റിയാണ് വളരെ ഗൗരവതരമായി സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് ഉജ്ജൽ ഭൂയൽ ഇന്ന് നിങ്ങളെല്ലാം പത്രത്തിൽ വായിച്ചു, വാർത്ത വരികയും ചെയ്തു. വളരെ അപകടകരമായ ഒരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. മധ്യപ്രദേശിലുണ്ടായിരുന്ന ജസ്റ്റിസ്, അദ്ദേഹം അതുൽ ശ്രീധർ മലയാളിയാണ്. അതുൽ ശ്രീധർ അദ്ദേഹത്തെ അലഹബാദ് കോടതിയിലേക്ക് സ്ഥലം മാറ്റി. ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിലേക്ക് മാറ്റാനാണ് കൊളീജിയം തീരുമാനിച്ചിരുന്നത്. പക്ഷേ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഗവായി അദ്ദേഹത്തെ ഛത്തീസ്ഗഡിലേക്ക് സ്ഥലം മാറ്റാൻ തീരുമാനിച്ചതിൻ്റെ മേലെ കേന്ദ്ര ഗവൺമെന്റ് സർക്കാർ നിർദ്ദേശിച്ചതിനനുസരിച്ച് അങ്ങനെ തന്നെ എഴുതി. കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചതനുസരിച്ച്, കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കാൻ പാടില്ല. കൊളീജിയം എന്ന് പറയുന്നത് സ്വതന്ത്രമായ സ്ഥാപനമാണ്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുക്കാൻ പിടിക്കുന്നത്. അദ്ദേഹമാണ് എഴുതിയത്, കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് ഛത്തീസ്ഗഡിലേക്ക് സ്ഥലം മാറ്റാൻ തീരുമാനിച്ച അതുൽ ശ്രീധരനെ അലഹബാദ് കോടതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്നതിന് കൃത്യമായ ഉത്തരമുണ്ട്. അദ്ദേഹം മധ്യപ്രദേശ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ആയിരുന്ന സന്ദർഭത്തിൽ നമുക്കറിയാലോ, പഴയ നമ്മളും പാകിസ്ഥാനും തമ്മിലുണ്ടായിരുന്ന പ്രശ്നം, അത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ കേണൽ സോഫിയ ഖുറേഷി പത്രസമ്മേളനം നടത്തി
എന്താണ് സംഭവിച്ചത് എന്ന കാര്യം കൃത്യമായിട്ട് അവതരിപ്പിച്ചപ്പോൾ അവർക്കെതിരായി BJP മധ്യപ്രദേശിലെ BJP മന്ത്രി വിജയ് ഷാ വലിയ കടന്നാക്രമണം നടത്തി, വർഗീയ കടന്നാക്രമണം നടത്തി. ആ വർഗീയ കടന്നാക്രമത്തെ പറ്റി മധ്യപ്രദേശ് ഹൈക്കോടതി ജസ്റ്റിസായിരുന്ന അതുൽ ശ്രീധർ സ്വമേധയാ കേസെടുത്തു. ആ ഒരു പകയാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ മാറ്റാനിടയാക്കിയത്. മാറ്റുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കാര്യവും പറയുന്നുണ്ട്. ഇതിനു മുമ്പ് ജമ്മു കാശ്മീരിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ നിയമവിരുദ്ധമായ അറസ്റ്റും തടങ്കലിൽ പാർപ്പിക്കുകയും ചെയ്യുന്ന പ്രശ്നത്തിനെതിരായി നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭരണകക്ഷിക്ക് എതിരായ അല്ലെങ്കിൽ അവരാഗ്രഹിക്കാത്ത നിയമപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നവർക്ക് രക്ഷയില്ല എന്ന പ്രശ്നം ഉയർന്നു വന്നാൽ അതുണ്ടാക്കുന്ന ഭരണഘടനാപരമായ പ്രശ്നം വളരെ ഗുരുതരമാണ്. അതിപ്പോൾ ഒരു ജസ്റ്റിസ് തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടുള്ള സംഭവം അദ്ദേഹം തന്നെ പറഞ്ഞു. പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ, അത് ശ്രീധരൻ എന്ന് പറഞ്ഞിട്ടില്ല, ജസ്റ്റിസിന്റെ പേര് പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഛത്തീസ്ഗഡിൽ പോയിരുന്നുവെങ്കിൽ അദ്ദേഹം കൊളീജിയത്തിന്റെ ഭാഗമാവും. എന്നാൽ അലഹബാദിലേക്ക് പോയതോടുകൂടി തരം താഴ്ക്കപ്പെടുക. ഇത് ആ സീനിയോറിറ്റി പോയി, ഹൈക്കോടതി കൊളീജിയത്തിന്റെ ഭാഗം അല്ലാതായി. അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യം നിർവഹിച്ചത് എന്ന് ഇപ്പോഴും പേര് പറയാതെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഉജ്ജൽ ഭൂയൽ ജസ്റ്റിസ്. ഇത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് കാണേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം SIRന്റെ ഭാഗമായി ഇപ്പോഴ് ഒഴിവാക്കപ്പെടുന്നത് പോലെ തന്നെ ഉൾച്ചേർക്കുന്നതിൻ്റെയും ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ലഭിക്കുന്ന അപേക്ഷകളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നില്ല. പകർപ്പ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭ്യമാകുന്നതുമില്ല. ഇത് അടിയന്തരമായിട്ട് ലഭ്യമാക്കേണ്ടതുണ്ട്. കാരണം നിലവിൽ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി കാണപ്പെടുന്ന നമ്പർ അത് ഏതാണ്ട് 26 ലക്ഷത്തിലധികമാണ്. അതിപ്പോൾ അടിയന്തരമായിട്ടും പരിശോധിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇത്രയും പുതിയ വോട്ടർമാർ എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ടത് എന്നുള്ള കാര്യം സംശയം തന്നെയാണ് നിലനിൽക്കുന്നത്. ഓരോ മണ്ഡലത്തിലും 10, 20, 25,000 വോട്ട് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി ലഭിച്ചു എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില മണ്ഡലങ്ങളുടെ പ്രത്യേക പരിശോധന നടത്തിയപ്പോൾ ബോധപൂർവമായ ചില നീക്കം ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ടോ എന്ന സംശയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ലഭിക്കുന്ന അപേക്ഷകൾ BLOമാരുടെ വെരിഫിക്കേഷൻ നടത്തി മാത്രമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്ന് മുമ്പേ പറഞ്ഞതാണ്. പക്ഷേ അവരറിയുന്നേയില്ല. അപ്പോൾ വെരിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് BLOമാർക്ക് ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകുകയും വേണം. ആ അറിയിപ്പ് നൽകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള സ്ഥിതി. അങ്ങനെ ബൾക്കായി എവിടെ നിന്നാണെന്ന് പറയാൻ പറ്റില്ല, ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകളുടെ വോട്ട് ഇവിടെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ ഇതിൻ്റെ അകത്ത് ഉൾച്ചേർക്കപ്പെടുന്നു എന്നുള്ള പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. അത് വളരെ ഗൗരവപൂർണമായ പരിശോധനയ്ക്ക് വിധേയപ്പെടേണ്ടതുണ്ട് എന്നാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് ഞാൻ ഇന്നലെ തന്നെ നൽകിയിട്ടുള്ള ഒരു കത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ഒഴിവാക്കപ്പെടുന്നത് പോലെ തന്നെ ഉൾപ്പെടുത്തപ്പെടുന്നതിലും ദുരൂഹതയാണ് കാണുന്നത്. BLOമാർ അറിയാതെ, BLOമാർക്ക് യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷനും നൽകാതെ ആളുകളിങ്ങനെ ബൾക്കായിട്ട് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളെ ചേർക്കുന്ന ഒരു സ്ഥിതി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യവും ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അത് കൃത്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്ന അവസ്ഥ ഉണ്ടാവണം എന്നതാണ് ഈ സംബന്ധിച്ച് പൊതുവെ പറയാനുള്ളത്. അല്ല, ഞങ്ങൾ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് കേരളത്തിന്റെ വളർച്ചക്ക് വികാസത്തിന് ഉതകുന്ന രീതിയിലുള്ള
ഗതാഗത സൗകര്യം വേണം. നാഷണൽ ഹൈവേ അങ്ങനെയാണല്ലോ വന്നത്. അത് വേണ്ടെന്ന് പറഞ്ഞതാണല്ലോ UDF. KRAയിൽ പറഞ്ഞപ്പോൾ KRAയിനെ പറ്റി കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം തരാൻ കൂട്ടാക്കിയിട്ടില്ല. അതിന്റെ മറ്റ് വിവിധ വഴികൾ, ഒരു വഴി മാത്രമൊന്നുമല്ല, നിരവധി വഴികളുണ്ട്. ആ വഴികളൊക്കെ തേടുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. പക്ഷേ കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹം ഈ ധനരാജിന്റെ എക്സാംഷൻ ഫണ്ട് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് നടന്നു. മറ്റ് ധനരാജിന്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നൽകിയ 5 ലക്ഷം രൂപ ഏരിയ സെക്രട്ടറി KP മധുവിന്റെ അക്കൗണ്ടിലേക്ക് പോയി. പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണത്തിനായിട്ടുള്ള പണത്തിൽ വെട്ടിപ്പ് നടന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ വ്യാജ രസീത് അച്ചടിക്കുന്നതാണ്. ഇതിലെന്താണ് പാർട്ടിയുടെ നിലപാട്? കുഞ്ഞികൃഷ്ണൻ പുറത്താക്കിയ പ്രശ്നം ചെയ്തു അല്ലല്ല, അത് സംബന്ധിച്ച് അവിടെ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട നിലയിലേ ഉള്ളൂ. അത് ജില്ലാ കമ്മിറ്റി, കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും അതിന്റെ സെക്രട്ടേറിയറ്റ് ഇന്നും നാളെയായിട്ട് ചേർന്ന് അവർ പരിശോധിക്കും, ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ഈ ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാൽ ചോദ്യം ഇല്ലാതാവും. അതൊക്കെ വളരെ ലളിതമായ താരതമ്യമാണ്. നിങ്ങൾ ചോദിക്കുന്ന ഗൗരവമുള്ള ചോദ്യം. ഞാൻ പറഞ്ഞത് മലയാളത്തിലാണല്ലോ, മലയാളത്തിലാ പറഞ്ഞത്. അതായത് പാർട്ടി സംബന്ധമായി അവിടെ ഇതിനു മുമ്പ് ഉയർന്നു വന്ന പ്രശ്നങ്ങളെല്ലാം അവിടെ ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നം സംഘടനാ വിരുദ്ധമായ നിലപാടുകൾ കൂടി ചേർന്നിട്ടുള്ളതാണ്. അത് ഉൾപ്പെടെ ചേർന്ന് ഇന്നും നാളെയും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റും അതുപോലെ സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട്. അല്ല, ജില്ലാ കമ്മിറ്റിയും. അത് സംബന്ധിച്ച് തീരുമാനിച്ചാലല്ലേ നമുക്ക് അതിൻ്റെ അകത്ത് ഇടപെടേണ്ട കാര്യമുണ്ടോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നോക്കിയിട്ട് ഇടപെടാം. അതാ പറഞ്ഞത്, ഈ അഴിമതിയെ പറ്റിയൊന്നും നിങ്ങൾ അല്ല, സംഘടനയിലെ ചർച്ച. നിങ്ങൾ തമ്മിൽ പോലീസിന് കേസ് കൊടുത്തോ? ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായിട്ട് പരിശോധിക്കുക. നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും എടുക്കുക, നിലപാട് സ്വീകരിക്കാം. അതൊക്കെ ഞങ്ങളുടെ സംഘടനാപരമായ കാര്യം ഞങ്ങൾ പരിശോധിച്ചോളാം. വല്ലാതെ ഈ ഞങ്ങളെ സംഘടനാ നിലപാട് പഠിപ്പിക്കാൻ പുറപ്പെടരുത് നിങ്ങൾ, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ. ഞങ്ങൾക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് വെച്ചിട്ടാണ് ഞങ്ങൾ സംഘടന കൈകാര്യം ചെയ്യുക. അത് ഞങ്ങൾ പരിശോധിക്കും. അതൊക്കെ പരിശോധിക്കും, ഭയപ്പെടണ്ട. ഇവിടെ കോടികൾ പിരിച്ചതിന്റെ ഭാഗമായിട്ടുള്ള കണക്ക് ഇപ്പോൾ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ഒരു വെപ്രാളുമില്ലല്ലോ, ഒരു വേദനയില്ലല്ലോ. അതെന്താ ഒരു മറുപാട് ചോദ്യമല്ല. ഞാനാ ചോദ്യം ചോദിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചു പോകും. ഞാൻ എല്ലാ കാലത്തും പറഞ്ഞ പോലെ ഇതും പറയുകയാണ്. അതിപ്പോ ആയിട്ടില്ല. നിങ്ങൾ വെറുതെ രക്തസാക്ഷി ഫണ്ടെന്ന് ഒരു നായാ പൈസ ഒരു തരത്തിലും വഞ്ചിക്കാനോ പറ്റിക്കാനോ അനുവദിക്കുന്ന പ്രശ്നമേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഉറപ്പാണ്. അത് ഉയർന്നു വന്നത് ശരി, ഉയർന്നു വന്ന ആരോപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അവിടെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഞങ്ങൾ ഇടപെടേണ്ടിയുണ്ടെങ്കിൽ അപ്പോൾ ഇടപെടും. അല്ല, അതിനെല്ലാം മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതിന് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞു. അതൊക്കെ പാർട്ടി ജില്ലാ കമ്മിറ്റിയാണ് പരിശോധിക്കുന്നത്. ജില്ലാ കമ്മിറ്റി പരിശോധിക്കട്ടെ. പരിശോധിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഇടപെടേണ്ടിയുണ്ടെങ്കിൽ ഇടപെടും. അത്രേ ഉള്ളൂ. അതെ, അങ്ങനെയാ പറഞ്ഞത്. അല്ല, അതിപ്പോ നിങ്ങൾ പറയേണ്ട കാര്യമില്ല. എങ്ങനെയാ പരിഹരിച്ചത്? പാർട്ടി സംഘടനക്കകത്ത് കൈകാര്യം ചെയ്ത മുഴുവൻ കാര്യവും പത്രസമ്മേളനത്തിൽ വിളിച്ച് പറയണമെന്ന് പറഞ്ഞോ? ആരും പറയോ? അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ എങ്ങനെയാ സംഘടനാപരമായ കാര്യം കൈകാര്യം ചെയ്തതെന്നും സംഘടനാപരമല്ലാത്ത രീതിയിൽ പുറത്തു പറയാൻ സംഘടനക്ക് സാധിക്കില്ല. ഒരു ക്രമക്കേടിനും പാർട്ടി കൂട്ടു നിൽക്കില്ല. അത് പറഞ്ഞ അതിപ്പോ പോലീസിലൊക്കെ കൊടുക്കുന്ന ആളുകളെ, അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, കൊടുത്തു പരിശോധിക്കേണ്ട ആളുകളെ പറ്റിയല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോടാനുകോടി രൂപ ചൂരൽമലയിലെ പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വീടുണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് 300 വീട് 350 വീട് പറഞ്ഞിട്ട് എവിടെ പോയി? വീടും പോയി പണവും പോയി. അപ്പൊ അപ്പോഴൊന്നും ഒരു വികാരപ്രകടനം നിങ്ങൾക്കായിരിക്കില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉറപ്പിച്ച് പറയാണ്, ഒരു നയ പൈസ ഈ പറയുന്ന രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെയുള്ള ഒരു ഫണ്ടിൽ നിന്നും നഷ്ടപ്പെടാൻ CPIM അനുവദിക്കുന്ന പ്രശ്നമില്ല. ആരായാലും ആവശ്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കുന്നുണ്ട്. മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട്, ഇനിയും സ്വീകരിക്കാൻ ചെയ്യും. അതിലൊന്നും വിട്ടുവീഴ്ച ചെയ്യുമെന്ന് നിങ്ങൾ ധരിക്കേണ്ടിയില്ല. അത്രയേ ഉള്ളൂ കാര്യം. യെസ്, ആ ക്രൈമായിട്ട് കൈകാര്യം ചെയ്യും. അതും കൈകാര്യം ചെയ്യും.
ക്രൈമും കൈകാര്യം ചെയ്യും. പാർട്ടിക്ക് വേണ്ടി ഇനി ക്രൈം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിഷമം നിങ്ങൾക്ക് ഉണ്ടാവണ്ട. പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഒരാളിന് വേണ്ടിയുള്ള ഫണ്ട് അതാ പറഞ്ഞ രക്തസാക്ഷി ഫണ്ടിന്റെ ഭാഗമായിട്ട് ഒരു നയാ പൈസ ചോർന്നു പോകാനോ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്യാനോ പാർട്ടി അനുവദിക്കുന്ന പ്രശ്നമില്ല, അനുവദിച്ചിട്ടുമില്ല. ഉറപ്പായിട്ട് ഞാൻ പറയാം. എപ്പോൾ നടന്നിട്ടുണ്ട്? അതല്ലേ പറഞ്ഞേ, അവിടെ ചർച്ച ചെയ്യട്ടെ, ചർച്ച ചെയ്ത് വരട്ടെ. ആയിക്കോട്ടെ. അല്ല, അത് അങ്ങനെ ആ ചോദ്യം അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, അത്ര പറയുന്നില്ല. ഞാൻ പറഞ്ഞു പാർട്ടി എന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ബാക്കി ക്രിമിനൽ കേസും മറ്റു കേസും ഉണ്ടെങ്കിൽ അതൊക്കെ പറയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സംഘടനാപരമായിട്ട് കൈകാര്യം ചെയ്യുക. ഞങ്ങൾ ഇന്ന് ജില്ലാ സെക്രട്ടറിയും നാളെ ജില്ലാ കമ്മിറ്റിയുണ്ട്. അത് കഴിഞ്ഞ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യേണ്ടുന്ന ഘട്ടം വരുമ്പോൾ ഞങ്ങളതിൽ ഇടപെടേണ്ടിയുണ്ടെങ്കിൽ ഇടപെടും. അത്രയേ ഉള്ളൂ. സംസ്ഥാന സെക്രട്ടറി അറിഞ്ഞിരുന്നു, മുഖ്യമന്ത്രിക്ക് അറിവുണ്ടായിരുന്നു, ഒരു പരിഹാരം ഉണ്ടായില്ല എന്ന് പറയാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ്? അത് അദ്ദേഹത്തോട് ചോദിക്കണം, അങ്ങനെ എന്താ കാര്യം ഉണ്ടായത്. ഞങ്ങളോട് ചോദിക്കേണ്ട കാര്യം എന്താണ്? നീതി ഞങ്ങൾ ഇത് സംബന്ധിച്ച് ഞാനിനി അതിന്റെ അപ്പുറത്ത് ഒരു കാര്യവും പറയാൻ ബാക്കിയില്ല. പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അത് രണ്ടും ചർച്ച ചെയ്തതിന് ശേഷം പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇടപെടേണ്ടുന്ന ഘട്ടം വന്നാൽ ഞങ്ങൾ ഇടപെടുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് എല്ലാ ചോദ്യത്തിന്റെയും ഉത്തരം. യെസ്, അതൊക്കെ ശരിയാണ്. ഞങ്ങൾക്കറിയാം, അതെല്ലാം പറയാം. അറിയുന്ന കാര്യമില്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൽ ഞാൻ മറുപടി പറഞ്ഞു. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അദ്ദേഹം പരസ്യമായി പറയാൻ കാരണം നിങ്ങളുടെ പാർട്ടിക്കകത്ത് ജില്ലാ കമ്മിറ്റിക്കകത്ത് പറഞ്ഞിട്ട് അത് വേണ്ട രീതിയിൽ പാർട്ടി യോജിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം പരസ്യമായി. പാർട്ടിക്കകത്ത് പറഞ്ഞ മുഴുവൻ കാര്യം ഗൗരവപൂർവ്വം പരിഗണിച്ചിട്ടുണ്ട്, ഇനിയും പരിഗണിക്കും. അത്രയേ ഉള്ളൂ അക്കാര്യത്തിൽ. അതിലൊന്നും പരിഗണനയില്ലാതിരിക്കുന്ന ഒരു പാർട്ടി നിലപാടല്ല ഞങ്ങൾ സ്വീകരിക്കുക. മറ്റേതെങ്കിലും പാർട്ടിയെ പോലെയല്ല, ഞങ്ങളത് കൃത്യമായിട്ട് പരിഗണിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചു പോകുന്ന പാർട്ടിയാണ്, ഇനിയും സ്വീകരിച്ചു പോകും. അത്രയും. അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ടതാണ്, വി കുഞ്ഞേഷനോട് ചോദിക്കേണ്ടതാണ്. പാർട്ടിക്കെതിരായിട്ടുള്ള നിലപാട് അദ്ദേഹം എന്തുകൊണ്ടാണ് സ്വീകരിച്ചത് എന്നുള്ളത് അദ്ദേഹത്തോടെ ചോദിച്ചാലേ മനസ്സിലാവും. മന്ത്രി സജി ചെറിയാനും എ കെ ബാലൻ നടത്തിയ പരാമർശം ഉചിതമായില്ലെന്ന് മുതിർന്ന നേതാവായ പാർട്ടി മുന്നോട്ട് മലപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ സജി പ്രസ്താവന വിവരിച്ചെങ്കിലും അതുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. അപ്പോൾ അതെങ്ങനെയാണ്? അല്ല, അത് ഞങ്ങൾ അത് സംബന്ധിച്ച് കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ സ്വീകരിച്ചത് ഇത്രയേ ഉള്ളൂ. അതായത് പാർട്ടി ഇന്ത്യയിലെ മതനിരപേക്ഷ ഉള്ളടക്കത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷ പാർട്ടിയാണ്. അതാണ് CPIM. വർഗീയ രീതിയിലുള്ള ഒരു പരാമർശം പാർട്ടിയുടെ ഒരു ഭാഗത്തും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാവുന്നത് ഒരു തരത്തിലും പാർട്ടി അംഗീകരിക്കുന്നില്ല. ഈ നിലപാടാണ് പാർട്ടി പൊതുവെ സ്വീകരിക്കുന്നത്. ആ പൊതു സ്വീകാര്യത നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഇനി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ പാടുള്ളൂ എന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കണ്ടിട്ടുണ്ട്. ഇല്ല, നടപടിയൊന്നുമില്ല. നടപടിയല്ലല്ലോ, എല്ലാറ്റിനും പരിഹരിക്കുകയല്ലേ. അദ്ദേഹം തന്നെ ആ കാര്യം ചൂണ്ടിക്കാണിച്ചല്ലോ, ഖേദം പ്രകടിപ്പിച്ചല്ലോ. പിന്നെ നടപടി എന്താണ്? അല്ലല്ല, ഞങ്ങൾ പറഞ്ഞിട്ടല്ല. ആദ്യം പറഞ്ഞതും ഞങ്ങൾ പറഞ്ഞിട്ടല്ല ഈ പറഞ്ഞ ഖേദം പ്രകടിപ്പിച്ചതും. പരിപാടിയിൽ മനസ്സിലാക്കുന്നത് ഒരു തരത്തിലും അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കാര്യത്തെ ആവശ്യം അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ വരുത്തും എന്നാണ് പറഞ്ഞത്. ഒരു തെറ്റുമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. തെറ്റൊക്കെ തിരുത്തി ശരിയായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാനാണ് തീരുമാനിച്ചത്. അല്ലല്ല, അങ്ങനെയല്ല. അതും നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. വാർത്താ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ ഭൂഷ്വ പാർട്ടികളും അതിനെയൊക്കെ ഉപയോഗിച്ച് തെറ്റായ രീതിയിലുള്ള പ്രചാരങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് കുറെ ശേഷിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി കൂട്ടുകെട്ടിൽ ഉറച്ചു നിൽക്കുന്നു. ഇക്കാര്യത്തിൽ ലീഗിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കേണ്ട എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു. ഇതിൽ പറയാൻ LDF-നും CPM-നും അവകാശമില്ല, ഈ ഒരു കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് വിമർശിക്കാൻ അവകാശമില്ല എന്ന വാദമാണ് പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി നടത്തുന്നത്. അത് പ്രതിപക്ഷ നേതാവ് ശരിക്കും വർഗീയ പ്രചാരവേലയാണ് നടത്തുന്നത്. പ്രതിപക്ഷ നേതാവും കോൺഗ്രസും എടുത്തുകൊണ്ടിരിക്കുന്നത് വർഗീയതയോടൊപ്പം ചേർന്ന് മുമ്പോട്ടേക്ക് പോകാനുള്ള പ്രവർത്തനമാണ്.
എന്നിട്ട് മറ്റാർക്കും പറയാനാവും. അദ്ദേഹത്തിന് മാത്രമേ വർഗീയ പരാമർശവും വർഗീയ പ്രവർത്തനവും നടത്താൻ പാടുള്ളൂ, മറ്റാർക്കും അതിനെപ്പറ്റി എതിരായി മിണ്ടാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നതിൽ എന്ത് കൈയ്യുള്ളത്? അദ്ദേഹമാണ് കേരളത്തിലെ ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഇനിയും ഞങ്ങൾ കൂട്ടുകൂടും, ലോകം മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രം വേണം എന്ന് പറയുന്ന വാദിക്കുന്നവരാണ് അവർ, ജമാഅത്തെ ഇസ്ലാമി. അത് തന്നെയാണ് ഞങ്ങളുടെ പരിപാടി എന്ന് ഇപ്പോഴും ആവർത്തിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും വി ഡി സതീശൻ പറയുന്നത് ഞങ്ങൾ അവരുമായിട്ട് ചേരും, വർഗീയതക്കെതിരായിട്ട് ഞങ്ങൾക്കെതിരെ വിമർശിക്കാൻ ഒരാൾക്കും അവകാശമില്ല എന്ന് പറഞ്ഞാൽ പറയുന്നതിന്റെ അർത്ഥം എന്താ? വർഗീയതയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ തരാതരം പോലെ BJP-യുമായിട്ടും അതുപോലെ തന്നെ RS-ഉമായിട്ടും അതുപോലെ ജമാഅത്തെ ഇസ്ലാമുമൊക്കെ ഒക്കെ ചേരുന്ന ഒരു അവസ്ഥയാണ് കോൺഗ്രസ് ഇവിടെ കേരളത്തിലുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെയാണ് ലീവ് ഉള്ളത്. മാറ്റിയില്ലാന്ന് അവർ തന്നെ പറഞ്ഞല്ലോ, ജമാഅത്തെ ഇസ്ലാമികാരനെ പറഞ്ഞു ഞങ്ങൾ മാറ്റിയില്ലാന്ന്. പിന്നെ എങ്ങനെയാ സതീശൻ മാറ്റാകുക? സതീശൻ 4 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് അവസരവാദവും നിലപാട് സ്വീകരിക്കുന്നയാളാ, അതാ കാര്യം. എന്നിട്ട് വർഗീയതക്കെതിരായിട്ട് വലിയ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കും. മറ്റാരും പറയാൻ പാടില്ലെന്ന്, മറ്റാർക്കും പറയാൻ അവകാശമില്ല എന്നും പറയാം. പക്ഷേ KM ഷാജിയുടെ തുടർച്ചയായ വിവാദപരമായിട്ടുള്ള വർഗീയ പരാമർശം ഇതേ ചോദ്യങ്ങൾ നമ്മൾ വി.ഡി. സതീശനോട് ചോദിച്ചു. അദ്ദേഹം ആ ഭാഗത്തിൽ മറുപടി പറയുന്നില്ല, അത് കേട്ടതായി ശ്രദ്ധിക്കുന്നുമില്ല. AKGയെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗമുണ്ട്. ഈ ഷാജി എന്ത് തോന്നിയാസവും പറയാൻ ഒരു മടിയില്ലാത്ത രാഷ്ട്രീയ നേതാവാന്ന് തന്നെ പറയാൻ പറ്റില്ല, തോന്നിയാസിയാണ്, എന്തു പറയും. അതിനൊന്നും മറുപടി പറയാൻ പറ്റില്ല, അവിടെ മറുപടി പറയാത്തത് തോന്നിയാസം തന്നെ. AKGയെ പറ്റി അതിൽ പറഞ്ഞതെല്ലാം തോന്നിയാസല്ല, അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും പറയാനുള്ള പദം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചു. ശരി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സാധ്യതകളും, ഏത് സാധ്യതകളും ഈ അതിവേഗ അല്ലെങ്കിൽ അർദ്ധ അതിവേഗ റെയിൽപാളത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഏത് തരത്തിലുള്ള നിർദ്ദേശങ്ങളും വരട്ടെ, നമുക്കത് പരിശോധിക്കാവുന്നതാണ്. കേരളയിൽ തന്നെ അതേപോലെ തന്നെ തുടരണം, അതാണ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല, അത് വെറുതെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് സംബന്ധിച്ചെല്ലാമുള്ള പുതിയ പ്രൊജക്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ അതിനെയും നമുക്ക് പരിശോധിക്കാവുന്നതാണ്, ആവശ്യമായ നിലപാട് സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ തന്നെ സുധാകരനും ചെന്നിത്തലയും പറഞ്ഞു അതൊന്നും അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, നമ്മളെല്ലാം പൊളിച്ചടയും. ഇവരെല്ലാം യഥാർത്ഥത്തിൽ കേരളത്തിന്റെ വികസന വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്, കാലഹരണപ്പെട്ടു പോയ രീതിയാണ് അവതരിപ്പിക്കുന്നത്. ഞാൻ അത്രയും ഇപ്പം പറയുന്നുള്ളൂ. രക്തസാക്ഷി ഫണ്ട് അടക്കമുള്ള CPIM-ലെ ആഭ്യന്തര പ്രശ്നങ്ങളെക്കുറിച്ച് അടക്കം സംസാരിച്ചുകൊണ്ടും പ്രതികരിച്ചുകൊണ്ടുമുള്ള CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനം പൂർണ്ണമായിരിക്കുന്നു. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം എന്നിവ അടക്കമുള്ള കാര്യങ്ങൾ അത് പാർട്ടിക്കുള്ളിൽ തന്നെ പരിശോധിക്കുകയും അതിൽ തുടരന്വേഷണത്തിൻ്റെയോ തുടർ പ്രക്രിയയുടെ ആവശ്യമുണ്ടെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരെ നീളും, അത് പാർട്ടിയാണ് തീരുമാനിക്കുക എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ സൂചിപ്പിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്ന് നടത്തിയ പ്രസംഗങ്ങൾ കേവല രാഷ്ട്രീയ പ്രസംഗങ്ങളായി എന്നും വികസനത്തെക്കുറിച്ച് ഒരു വാക്കുപോലും സംസാരിക്കാതിരുന്നതിലൂടെ കാര്യങ്ങൾ വ്യക്തമായില്ലേ എന്നും MV ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചിരിക്കുന്നു. VD സതീശൻ വർഗീയതയുടെ പ്രചാരവേലകനായി മാറിയെന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതടക്കമുള്ള കാര്യങ്ങളാണ് ഈ വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ സൂചിപ്പിച്ചത്. ഇടവേള കഴിഞ്ഞ് വാർത്തകളിലേക്ക് തിരികെ എത്താം.